ചേട്ടാ, ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് CITU നേതാവിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ED കേസിൽ ED ഉപദ്രവിച്ച ഈ CPM പ്രവർത്തകർ ഉപദ്രവിച്ചല്ലോ. അപ്പം ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞൊരു CITU നേതാവിൻ്റെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ CPM പെട്ടു അല്ലേ ഈ ഒരു സംഭവത്തിൽ? അല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ആസൂത്രിതമായിട്ടാണ് EDക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്കാർക്കും തർക്കമില്ല, ജനങ്ങൾക്കും തർക്കമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം CPMൻ്റെ ശക്തി തെളിയിക്കലായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം. ഇപ്പോൾ ജനാധിപത്യത്തിലൊരു പ്രതിഷേധമൊന്നും ഒരു തെറ്റല്ല. ഇപ്പോൾ ED ശരി ഞങ്ങളുടെ മർദ്ദക ഉപാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ CPMനോട് പ്രതിഷേധിക്കാം. പക്ഷേ CPMനോട് പ്രതിഷേധിക്കുമ്പോൾ CPM പറയേണ്ട ഒരു കാര്യം, ആർക്കെതിരെയാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്? പിണറായി വിജയനെതിരെ അല്ല. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവും CPMൻ്റെ പാർട്ടി മെമ്പറും അല്ലേ? എൻ്റെ അറിവ് അങ്ങനെയാണ്. അപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ്, പിണറായി വിജയൻ്റെ മകളാണ്. അതിനപ്പുറം വീണ വിജയനും പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇപ്പോൾ ഒരു റെയ്ഡ് നടക്കുന്നു, നിങ്ങൾ ആ വീട്ടിലുണ്ട്, ഞാൻ ആ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികം വരുന്ന ഉദ്യോഗസ്ഥൻ പറയും ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റില്ല, റെയ്ഡ് കഴിയുന്നത് വരെ നിങ്ങളുടെ ഫോണും മേശപ്പുറത്ത് വെക്കണം എന്ന് പറയും. ആ വെക്കാൻ പറയുന്നത് ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. നമ്മളതവിടെ വച്ചു. അതിനോടൊപ്പം ഞങ്ങൾ ബന്ദിയായി എന്ന് പറഞ്ഞാൽ അല്ല എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. ഇനി വീണ വിജയൻ നടത്തിയിട്ടുള്ള ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു. അതിൽ പ്രതികരിക്കേണ്ട ആളാരാണ്? ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ, വീണ വിജയൻ്റെ അച്ഛനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രതികരിക്കണം, അല്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കണം, അല്ലെങ്കിൽ വീണ വിജയൻ പ്രതികരിക്കണം, അതും അല്ലെങ്കിൽ വീണ വിജയൻ്റെ ഭർത്താവ് മുഹമ്മദ് റിയാസ് പ്രതികരിക്കണം. ഇവർ മൂന്നുപേരും പ്രതികരിക്കുന്നില്ല. എങ്ങനെയാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ വിഷയം അറിയാവുന്നത്? ഗോവിന്ദൻ മാസ്റ്റർ എങ്ങനെയാണ് എക്സാലോജിക്കിൻ്റെ വക്താവുന്നത്? ഗോവിന്ദൻ മാഷ് വന്നിരുന്നിട്ടാണ് എക്സാലോജിക്കിനെ ന്യായീകരിക്കുന്നത്. ഗോവിന്ദൻ മാഷ് സത്യത്തിൽ CPM തിരുവനന്തപുരത്ത് EDക്കെതിരെ, കേരളത്തിലാകെ EDക്കെതിരെ നടത്തിയ സമരം എക്സാലോജിക് കമ്പനിയെ രക്ഷിച്ചെടുക്കാനാണ്. എക്സാലോജിക് കമ്പനി എന്ന് പറയുന്നത് വീണ വിജയൻ്റെ കമ്പനിയാണ്. വീണ വിജയൻ്റെ കമ്പനി കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഒരു സേവനത്തിന് വാങ്ങി എന്ന് പറയുന്നു. നിങ്ങളുടെ എവിടെയും എക്സലും അതിൻ്റെ പവർ പോയിന്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. എല്ലാം കൂടി എത്ര രൂപ കൊടുക്കുന്നുണ്ടാവും? മാക്സിമം പോയാൽ ഒരു AMC ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 25,000 30,000 രൂപയൊക്കെ മാക്സിമം AMCക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കും ഒരു വർഷത്തേക്ക്. 2 കോടി രൂപയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ CPMൻ്റെ ക്യാപ്സ്യൂൾ വിഴുങ്ങുന്ന കമ്മികൾക്കെങ്കിലും അത് മനസ്സിലാവുമെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പോരാളി ഷാജിയെങ്കിലും മിനിമം നിങ്ങൾ വിശ്വസിപ്പിക്കണം. അതായത് ഇത്രയും കോടി രൂപ വാങ്ങിയത് എക്സലിനും പവർ പോയിന്റിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വേർഡും പ്രോസസ്സർ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് മിനിമം പോരാളി ഷാജിയെ വിശ്വസിപ്പിക്കാൻ പറ്റണം. അതുപോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വീണ വിജയൻ വന്നിട്ട് പറയണം ഞങ്ങൾ ഇന്ന സേവനത്തിനാണ് ഈ പണം വാങ്ങിയത്. വീണ വിജയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. SFIO കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ള വീണ വിജയൻ്റെ കമ്പനിയിലുള്ള ഓരോരുത്തരും, അതായത് അവിടുത്തെ ടെക്നീഷ്യന്മാരായിരുന്ന അവിടെ ഡെവലപ്പർമാരായിട്ട് പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തരും പറഞ്ഞത് ഞങ്ങൾ ഈ കാലയളവിനിടയിലൊന്നും CMRലുമായി ഒരു പ്രവർത്തനത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വാഭാവികമായി ED അന്വേഷിക്കണ്ടേ? EDക്ക് അന്വേഷണം നടത്തണ്ടേ? അവരുടെ മുന്നിൽ ഒരു കേസ് വന്നു, ആ കേസിൽ കൾപ്രിറ്റ് ആണ് വീണ വിജയൻ. വീണ വിജയൻ ഇരിക്കുന്ന വീട് അന്വേഷിക്കണ്ടേ? അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി രാജ്യത്തിൻ്റെ നീതി നിർവഹണ സംവിധാനത്തോടും രാജ്യത്തിൻ്റെ പരമാധികാരത്തോടും അഖണ്ഡതയോടും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഇത്തരം ഏജൻസികളെയും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ CPM വിചാരിക്കുന്നത് അത് കേരളത്തിനകത്തുള്ള ചില തട്ടുവെളുപ്പം കളികളുണ്ടല്ലോ അതുപോലെ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ CPM അവിടെ തെറ്റി. CPM വലിയ വില കൊടുക്കേണ്ടി വരും. CPM ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരെ SFIക്കാരായിട്ടുള്ള പിള്ളേരെ കൊണ്ടുവന്ന് കേരളത്തിലെ പോലീസിനെ കല്ലെറിയും പോലെ അല്ല ഇത് വലിയ വില കൊടുക്കേണ്ടി വരും. നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് പോകും. അതിന് രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ VD സതീശനും നട്ടലിന് ഉറപ്പില്ല എങ്കിൽ അതെങ്ങനെയാണോ അത് പരിഹരിക്കേണ്ടത് ആ നിലക്ക് പരിഹരിക്കാനുള്ള കെൽപ്പ് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് CPM മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം യുവമോർച്ച നേതാവ് K. ഷിജിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന്. അതുപോലെ തന്നെ EDയും കേസ് കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ശിവൻകുട്ടി ഇവരുടെ വീട് സന്ദർശിക്കാൻ പോയൊരു ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കമൻസ് ആയിരുന്നു രസം. അതായത് ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലെങ്കിലും കൊടുത്ത ആ പ്രവർത്തകൻ്റെ വീടൊന്ന് ശരിയാക്കി കൊടുത്തൂടെ? അല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതാ. അതായത് നേതാക്കന്മാരെല്ലാം സുഖസൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ MLA ആയിരുന്ന ശിവൻകുട്ടി 2016 2021 കാലഘട്ടം വരെ MLA ആയിരുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്തത്? CPM ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. എവിടെ? PSC മെമ്പറായിട്ട്. എത്ര ലക്ഷം രൂപ ശമ്പളം? അപ്പോൾ ഈ പറയുന്ന ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുടെ കുടുംബം സേഫാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഏത് SFIയാ? ഏത് സമരത്തിലാണ് അടികൊണ്ടിട്ടുള്ളത്? ഏത് സമരത്തിലാണ് പരിക്കുപറ്റിട്ടുള്ളത്? ഇതാ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മഹാരാജാസ് കോളേജിനകത്ത് നമ്മളൊക്കെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞല്ലോ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം. ആ അഭിമന്യുവിൻ്റെ ചങ്കിൽ കത്തിയാഴ്ത്തി ഇറക്കി SDPI കൊന്നത് അഭിമന്യു വീട്ടിന് കരം പിടിക്കാൻ പോയപ്പോഴല്ല,
വീടിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയപ്പോഴില്ല. ഈ SFIയുടെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. ആ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾ SBPIയുമായിട്ട് ഡീലുണ്ടാക്കിയില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് എന്ന് ജനങ്ങൾക്കും അണികൾക്കും മനസ്സിലാകുന്ന ദിവസം വരെ ഉള്ളൂ ഈ കളി. അത് വലിയ താമസമില്ലാതെ ജനങ്ങൾക്കും ഈ നാട്ടിലെ അണികൾക്കും മനസ്സിലായതിന്റെ തെളിവാണല്ലോ നേമത്തെ വിജയം. എത്ര മുറുക്ക് എന്താ പറയുമല്ലോ, മൂർഖം പാമ്പിനെ വരെ പിടിച്ചു കൂടെ നിർത്തി കാണിക്കാൻ പറ്റുന്ന വർഗീയതയുടെ അങ്ങേ അറ്റം വരെ കാണിച്ച് എല്ലാ വർഗീയ ശക്തികളെയും താലോലിച്ച് എല്ലാ വർഗീയ ശക്തികളെയും താലോലിച്ച് കാണാൻ പറ്റുന്ന എല്ലാ വർഗീയവാദികളുടെയും കാലിൽ ചെന്ന് വീണ് സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ടും നേമത്ത് പരാജയപ്പെട്ടു പോയില്ലേ? SDPI പറഞ്ഞില്ലേ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. എവിടെ ജയിപ്പിച്ചു? ജനം തീരുമാനിക്കണമെന്നേ. ജനം തീരുമാനിക്കുകയാണ്. ഇന്ന ആൾ ജയിക്കണമെന്ന് തീരുമാനിച്ചാൽ ജനങ്ങൾ ജയിപ്പിക്കും. പരാജയപ്പെടുത്തണമെന്ന് ജനം തീരുമാനിച്ചാൽ ഉറപ്പായും പരാജയപ്പെടും. അതുകൊണ്ടാണ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏതാണ്ട് 1 ഡസനിലധികം ആളുകൾ പരാജയപ്പെട്ടത്. അല്ലാതെ അത് UDFിന്റെയും VD സതീശന്റെയും കഴിവാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിലും തെറ്റാണ്. ഞാൻ അതിനെ കാണുന്നത് ജനങ്ങൾ തീരുമാനിച്ചാൽ ജയിക്കേണ്ടവൻ ജയിക്കും, പരാജയപ്പെടേണ്ടവൻ പരാജയപ്പെടും. ചേട്ടാ, അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൽ ഇവർ ബന്ധു നിയമനം എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ്സുകാർ ഇതിനെതിരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഭയങ്കരമായിട്ട് എതിർത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം VD സതീശൻ സർക്കാർ വന്നപ്പോഴത്തേക്കും ബന്ധു നിയമനം, ഇപ്പോൾ അതായത് സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ നിയമിച്ചു. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് VD സതീശൻ പോലും അതിനകത്ത് മൗനം പാലിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അതിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്ന്, അങ്ങനെ ഒരു അത് തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി പോലെയല്ലേ ഇവരുടെ സർക്കാർ ഭരണം വന്നതിന് ശേഷം? എനിക്കതിനകത്ത് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നുന്നത് BRM ഷഫീറിനെ കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ. അതായത് BRM ഷഫീർ കഴിഞ്ഞ ദിവസം NGO അസോസിയേഷൻ്റെ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ സ്വന്തം ഭർത്താവ് എന്നോടൊരു ട്രാൻസ്ഫർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഞങ്ങൾ കോൺഗ്രസ് കഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നവരാരെയും ഞങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട, ഇവിടെ കഷ്ടപ്പെട്ടപ്പോൾ വെള്ളം കോരിയ സാധാരണക്കാരനുണ്ട്, അവനെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ വാർത്ത കാണുന്നത് ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു അസ്വാരസ്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് BRM ഷഫീർ ബൈറ്റ് കൊടുക്കുന്നു. അതുപോലുള്ള BRM ഷഫീറിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, KPCC പ്രസിഡന്റ് അല്ലേ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് നയം രൂപീകരിക്കേണ്ട അയാളുടെ സ്വന്തം ഭാര്യയുടെ സഹോദരി ഭർത്താവിന് അയാൾ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് കൊടുത്തു. ഇതാണ് കോൺഗ്രസ്. ഇതിനപ്പുറം ഇതിനൊരു കമന്റ് ഇല്ല. ഇതാണ് കോൺഗ്രസ്. അതായത് നമ്മൾ പ്രവൃത്തി ഒന്ന്, പറയുന്നത് വേറൊന്ന്. അപ്പോൾ ആ നിലയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇനി ബന്ധു നിയമനത്തെക്കുറിച്ച് സ്വാഭാവികമായും ശൈലജ ടീച്ചർ മരുമോളെ അവിടെ അടുക്കളക്കാരിയായിട്ട് നിയമിച്ചതിനെക്കുറിച്ച് ഇവരെല്ലാം കളിയാക്കിയല്ലോ. നിലപാടുണ്ടെങ്കിൽ, സതീശൻ്റെ നിലപാടുണ്ടെങ്കിൽ, ഞാനിപ്പം സണ്ണി ജോസഫിനെ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം സതീശൻ്റെ നിലപാടുണ്ടെങ്കിൽ സതീശൻ ചെയ്യേണ്ടത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇത് മാറ്റണം എന്നുള്ള നിലപാടെടുക്കണം. പക്ഷേ സതീശനത് എടുക്കാൻ പറ്റില്ല. കാരണം സതീശൻ്റെ കസേര കുറേ ആളുകൾ താങ്ങി വെച്ചിരിക്കുന്ന കസേരയാണ്. ആ കസേരയിലെ ഒരു കാലിന് ഒരു ഇളക്കം തട്ടിയാൽ സതീശൻ വീണു പോകും. ആ പേടി സതീശനുള്ളതുകൊണ്ട് സതീശൻ ഇനി എല്ലാം കോംപ്രമൈസ് ചെയ്യും. സതീശന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ഇടങ്ങളിലും സതീശൻ കോംപ്രമൈസ് ചെയ്യും. സതീശൻ ഒരു തരത്തിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ട സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്നത് ഫ്ലക്സിൽ വയ്ക്കുന്ന പരസ്യവാചകത്തിന് അപ്പുറത്ത് സതീശനിൽ നിന്ന് ഒരു നിലപാട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ 1-2 എക്സാമ്പിൾ കൂടി പറയാം. അതായത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ശബരിമലയിലെ മുഴുവൻ പ്രതിഷേധ കേസുകൾ വഴിത്തള്ളുമെന്ന് പറഞ്ഞു. എഴുത്തള്ളിയോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിലേറിയാൽ ആദ്യ ക്യാബിനറ്റിൽ സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ട് CPMന്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ CBIക്ക് വിട്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് സതീശൻ. ഇത്രയേ ഉള്ളൂ സതീശൻ. 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ മിനിമം വിഷയം ഇനി 10 കൊല്ലം കഴിഞ്ഞാലും തീരാൻ പറ്റാത്ത രീതിയിൽ കുരുക്കി വഷളാക്കി ഇല്ലാണ്ടാക്കി കളഞ്ഞ മിനിസ്ട്രിയാണ്. കഴിഞ്ഞ ദിവസം മുരളിയേട്ടൻ അത് ചോദിച്ചു, സ്വർണ്ണക്കൊള്ളയെ കുറിച്ചും ഒന്ന് സംസാരിച്ചില്ല, നിയമസഭയിൽ ചോദിച്ചിരുന്നു. അപ്പൊ മറുപടി ഒന്നും ഇല്ല അവർക്ക്. സ്വാഭാവികമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. അവരാരുടെ തടവറയിലാണ്? മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തടവറയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് പറയാണ്, നിങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് ആരും വയനാട്ടിലേക്ക് വരേണ്ടതില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ മുത്തശ്ശി എന്ന്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുത്തശ്ശി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയെ, ആ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഒരു ലോക്കൽ പാർട്ടി. ഇങ്ങ് കേരളത്തിലുള്ള ഒരു മൂലയിലുള്ള ഒരു 2-3 ജില്ലകളിൽ മാത്രമുള്ള ഒരു ലോക്കൽ പാർട്ടി പറയാണ്,
ഞങ്ങൾ പറയുന്നയാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ആരും വണ്ടി കയറി വയനാട്ടേക്ക് വരേണ്ട MP ആവില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞിടത്ത് ചെയ്യിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു സംഘം ആളുകൾ, അതാണ് ഈ നാട്ടിൽ VD സതീശൻ തടവറയിൽ ഇരുത്തിയിരിക്കുന്ന ആളുകൾ. അത് ഇന്ത്യയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം, കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള ഭീകരവാദ സംഘടനകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് തടവറയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ പൊസിഷൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി എവർ ഡ്രൈവ് ചെയ്യും പുറകിലിരുന്ന്, VD സതീശൻ മുന്നിൽ പോകും, VD സതീശൻ ഫേസ് ആയിരിക്കും. പക്ഷെ തീരുമാനമെടുക്കുന്നത് മുഴുവൻ ഈ പറയുന്ന പുറകിലിരിക്കുന്ന ഇത്തരം ആളുകളായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനി മതമാണ് 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 സർവ്വം എന്ന് പ്രസംഗിച്ച KT ജലീലിൻ്റെ സ്റ്റാഫിൻ്റെ ലിസ്റ്റ് കണ്ടോ? ഒന്ന് കണ്ടു നോക്ക്. മതേതര പാർട്ടിയല്ലേ? മതേതര, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി മുസ്ലിം ലീഗ് ആണെന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗ് തന്നെയും പറയുന്നത്. ഇന്ത്യയിലും മുസ്ലിം ലീഗിനെ പോലെ ഒരു മതേതര പാർട്ടിയേ ഇല്ലെന്നാണ് പറയുന്നത്. അവരുടെ മതമാണ് മതമാണ് സർവ്വവും എന്ന് പറഞ്ഞ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ നാളെ വന്ന് ഞാൻ മാപ്പ് പറയാം. അപ്പോൾ ഇതാണ് ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര, ഈ ഇരട്ടത്താപ്പാണ് UDFിൻ്റെ മുഖമുദ്ര. സണ്ണി ജോസഫ് അളിയനെ മാത്രമേ കേട്ടുള്ളൂ. ഇനി ആരൊക്കെ ഭാര്യയ്ക്ക് നിയമനം കൊടുക്കുന്നു, മക്കൾക്ക് നിയമനം കൊടുക്കുന്നു എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചകളൊക്കെ അവസാനിക്കുകയാണ്. പുതിയൊരു ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.